നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറൈഷിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവും MP-യുമായ നിഷികാന്ത് ദുബൈ. SY ഖുറൈഷി തിരഞ്ഞെടുപ്പ് കമ്മീഷണറല്ല, മറിച്ച് ഒരു മുസ്ലിം കമ്മീഷണറാണ് എന്നായിരുന്നു നിഷികാന്ത് ദുബൈയുടെ വിമർശനം. വഖഫ് ഭേദഗതി നിയമം സംബന്ധിച്ച് എക്സിൽ പങ്കിട്ട പോസ്റ്റിലാണ് നിഷികാന്ത് ദുബൈ ഇന്ത്യയുടെ 17ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന ഖുറൈഷിക്കെതിരെയുള്ള വിമർശനം ഉന്നയിച്ചത്. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കുമെതിരെ നിഷികാന്ത് ദുബൈ നടത്തിയ പരാമർശങ്ങൾ വൻ വിവാദമായിരുന്നു. നിഷികാന്ത് ദുബൈയുടെ പരാമർശങ്ങളെ തള്ളി BJP ദേശീയ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഖുറൈഷിക്കെതിരെയും BJP നേതാവ് വിമർശനം ഉയർത്തിയത്. 2010 ജൂലൈ 30 മുതൽ 2012 ജൂൺ 10 വരെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ഖുറൈഷി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന കാലത്ത് ജാർഖണ്ഡിലെ സാന്താൽ പർഗാന ഡിവിഷനിൽ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് വോട്ടർ ഐഡികൾ നൽകിയതെന്നായിരുന്നു ദുബൈ അവകാശപ്പെട്ടത്. ഈ പ്രദേശം ദുബൈ പ്രതിനിധീകരിക്കുന്ന ഗൊദ്ദ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. വഖഫ് നിയമം നിസ്സംശയവുമായ മുസ്ലിം ഭൂമി തട്ടിയെടുക്കാനുള്ള സർക്കാരിന്റെ ഒരു ദുഷ്ട പദ്ധതിയാണിത്. സുപ്രീം കോടതി അത് തുറന്നു പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദുഷ്ടപ്രചാരണ യന്ത്രം വഴിയുള്ള തെറ്റായ വിവരങ്ങൾ അതിൻ്റെ ജോലി നന്നായി ചെയ്തു എന്ന് ഖുറൈഷി പറഞ്ഞിരുന്നു. ഇതിന് മറുപടി നൽകവെയാണ് ദുബൈ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചത്. AD 712 പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഇസ്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും അതിനു മുമ്പ് ഈ ഭൂമി ഹിന്ദുക്കളുടേതായിരുന്നു, അല്ലെങ്കിൽ ഗോത്ര ജൈന ബുദ്ധമത വിശ്വാസത്തിൻ്റെയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നും എക്സിലെ തൻ്റെ പോസ്റ്റിലൂടെ ദുബൈ പങ്കുവച്ചു. എൻ്റെ ഗ്രാമമായ വിക്രമശില 1189 ബക്തിയാർ ഖിൽജി കത്തിച്ചു. വിക്രമശില സർവകലാശാല ലോകത്തിന് ആദ്യത്തെ വൈസ് ചാൻസലർ നൽകിയത് അതിഷ ദീപകറാണ്. ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുക, അതിൻ്റെ ചരിത്രം വായിക്കുക. പാകിസ്ഥാനെ സൃഷ്ടിച്ചത് വിഭജനമാണ്, ഇനി വിഭജനം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ആഭ്യന്തര യുദ്ധങ്ങൾ ഉണ്ടാക്കിയതിനെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ ദുബൈ വിമർശിച്ചിരുന്നു. ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഗവർണർ പരാമർശിച്ചിരുന്ന ഒരു നിയമം അംഗീകരിക്കാനാകൂ എന്ന് നിരസിക്കാനോ സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് 3 മാസത്തെ സമയപരിധി ഏർപ്പെടുത്തിയതെന്നും അദ്ദേഹം ചോദിച്ചു. സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരെ ദുബൈയുടെ വിവാദ പരാമർശങ്ങളിൽ BJP ശനിയാഴ്ച അകലം പാലിച്ചു. പാർട്ടി പ്രസിഡന്റ് JP നദ്ദ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു, ജുഡീഷ്യറിയെയും ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനെയും കുറിച്ചുള്ള MP-മാരായ നിഷികാന്ത് ദുബൈയുടെയും ദിനേശ് ശർമ്മയുടെയും അഭിപ്രായങ്ങളുമായി ബന്ധപ്പെട്ട് BJPക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. പക്ഷേ BJP അവരോട് യോജിക്കുന്നില്ല. അത്തരം പരാമർശങ്ങളെ ഒരിക്കലും പിന്തുണയ്ക്കുന്നില്ല. BJP അവരെ പൂർണ്ണമായും നിരസിക്കുന്നു. 2017 മുതൽ 2022 വരെ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച BJP MP ദിനേശ് ശർമ്മയും ശനിയാഴ്ച സുപ്രീം കോടതിയെ വിമർശിച്ച് പാർലമെന്റിനെയും രാഷ്ട്രപതിയെയും ആർക്കും നിർദ്ദേശിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു.